हाय बच्चों, नमस्कार। आप सभी का स्वागत है मेरे YouTube चैनल ई फॉर एजुकेशन में। आज जो हम पढ़ने जा रहे हैं उस पाठ भाग का नाम है नन्हा उल्लू। इस पाठ भाग में लेकर हमें ये शिक्षा देते हैं कि हमें सबको आपस में स्नेह के साथ रहना है। स्नेह पे ही ये दुनिया कायम है। और दूसरी बात ये कहते हैं कि इस दुनिया में हमारे सर्वप्रथम गुरु हमारे माता पिता हैं। उनसे दी गई शिक्षा ही सबसे बड़ी सीख है। तो अब बिना वक्त गवाए चलते हैं പാഠഭാഗ് की ओर। ഹായ് കുട്ടികളെ, നമസ്കാരം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലായ ഇ ഫോർ എഡ്യൂക്കേഷനിൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗത്തിൻ്റെ പേരാണ് നന്നാ ഉള്ളൂ. ഈ പാഠത്തിലൂടെ ലേഖകൻ നമുക്ക് തരുന്ന സന്ദേശം ഇതാണ്: ഈ ലോകത്ത് നമ്മളെല്ലാവരും സ്നേഹത്തോടെ കഴിയണം. സ്നേഹമുണ്ടെങ്കിലാണ് ഈ ലോകത്ത് നിലനിൽപ്പുള്ളൂ. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നത്, ഈ പാഠത്തിൽ പറയുന്ന കാര്യം ഇതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മാതാപിതാക്കളാണ് നമ്മളുടെ സർവപ്രഥ ഗുരു എന്ന് പറയുന്നത്. അവരിൽ നിന്ന് കിട്ടുന്ന ശിക്ഷയാണ് നമ്മൾക്ക് ഈ ലോകത്ത് ഏറ്റവും വലിയ ശിക്ഷ. അപ്പം ഇനി ഒട്ടും തന്നെ സമയം കഴിയാതെ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം. अम्मा, आसमान में कितने सितारे हैं? बहुत से बेटा, कितने? तुम गिनकर देख लो तो कितने सितारे हैं आसमान में। इतने कि मैं गिन भी नहीं सकता। अम्मा, आसमान कितना ऊंचा है? बहुत ऊंचा बेटा। कितना ऊंचा? जाओ, जाकर देख लो। तो कितना ऊंचा है आसमान? इतना ऊंचा कि मैं उठकर पहुंच ही नहीं सकता। अम्मा, समुद्र में कितनी लहरें हैं? बहुत सी बेटा। कितनी? जाओ, जाकर गिन लो। तो कितनी लहरें हैं समुद्र में? इतनी कि मैं गिन भी नहीं सकता। अम्मा, समुद्र कितना गहरा है? बहुत गहरा। कितना गहरा? लगभग उतना ही गहरा है जितना ऊंचा आसमान है। मैं तुमसे प्यार करता हूँ अम्मा। कितना? बहुत। आसमान जितना ऊंचा है और समुद्र जितना गहरा, मैं तुमसे उतना प्यार करता हूँ अम्मा। तुम कितनी बार गले लगाओगी मुझे? बहुत बार। कितनी बार? जितनी लहरें हैं समुद्र में, जितने तारे हैं आसमान में, उतनी बार। तो बच्चों, पाठ भाग से जुड़ा वीडियो आपने देखा ना? तो अब यहाँ देखिए इस चित्र में क्या क्या दिख रहा है. ഇപ്പോൾ കുട്ടികളെ, ഇനി ഈ ചിത്രമൊന്ന് നോക്കൂ. ഇതിൽ എന്തെല്ലാമാണ് കാണുന്നത്? हाँ, सही कहा. एक उल्लू है, ഒരു മൂങ്ങ ഉണ്ട്. पेड़ है, ആ ഒരു മരമുണ്ട്. लड़का है, ആ ഒരു ആൺകുട്ടിയുണ്ട്. एक छोटी चिड़िया है, ഒരു ചെറിയ പക്ഷിയുണ്ട് അല്ലേ? ഇനി ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? यहाँ क्या लिखा है? पोटी पड़ी पड़ी जग मुआ पंडित बया ना कोई, ठाई अक्षर प्रेम का पढ़े सो पंडित होय. तो क्या लिखा है? पोटी पड़ी पड़ी जग मुआ पंडित बया ना कोई, ढाई अक्षर प्रेम का पढ़े सो पंडित होय. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? പോട്ടി പടി പടി. പോട്ടി എന്ന് പറഞ്ഞാൽ വലിയ കട്ടിയുള്ള പുസ്തകം. പോട്ടി പടി പടി ജഗ്മുവ പണ്ഡിറ്റ് ബയാനഗോയ്. പുസ്തകം വായിച്ച് വായിച്ച് ലോകത്തിലെ എല്ലാ അറിവും നേടിയാലും ആരും പണ്ഡിതനാവുന്നില്ല. പണ്ഡിറ്റ് ബയാനഗോയ്, ആരും പണ്ഡിതനാവുന്നില്ല. ഠായ് അക്ഷർ പ്രേം കാ പടേ സോ പണ്ഡിറ്റ് ഹോയ്.
ढाई अक्षर प्रेम के बड़े सो पंडित होय അടിച്ചാൽ രണ്ടര അക്ഷരം പ്രേമത്തിൻ്റെ രണ്ടര അക്ഷരം ആരാണ് പഠിച്ച് അവരാണ് ഈ ലോകത്തിലെ പണ്ഡിതെന്ന്. അതിച്ചാൽ ഇതിൽ പറയുന്നത് ഇതാണ്: ഈ ലോകത്തിലെ ഏത് പുസ്തകം വായിച്ചും എത്ര അറിവ് നേടിയിട്ടും ഒരു കാര്യവുമില്ല. ആരാണ് ഈ ലോകത്ത് മറ്റുള്ളവരോട് സ്നേഹത്താൽ പെരുമാറാൻ പഠിക്കുന്നത് അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ എന്നാണ് പറയുന്നത്. ഇത് കബീർദാസിൻ്റെ ദോഹയാണ്. അതിലൂടെ അർത്ഥമാക്കുന്നതാണ് ഈ ലോകത്തിൽ നമ്മൾ പരസ്പരം മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കണം. അങ്ങനെ പെരുമാറുന്നവരെയാണ് നമ്മൾക്ക് വിവരമില്ലവെന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായല്ലോ. तो अब कहानी देखते हैं. कहानी का नाम है നന്നാ ഉള്ളു. അപ്പം നമ്മൾക്ക് കഥ നോക്കാം. കഥയുടെ പേരാണ് നന്നാ ഉള്ളു. നന്നാ ഉള്ളു എന്ന് പറഞ്ഞാൽ ചെറിയ മൂങ്ങ. നന്ന ചെറിയ, ഉള്ളു എന്ന് പറഞ്ഞാൽ മൂങ്ങ. തബ് പഠിത്തേ ഹെ. അപ്പം നമ്മൾക്ക് വായിക്കാം. ജബ് വോ 2 साल का हो गया तो नन्हे उल्लू ने सवाल पूछना शुरू किया. എന്താണ് പറയുന്നത്? ജബ് വോ 2 साल का हो गया. ചെറിയ മൂങ്ങയ്ക്ക് 2 साल എന്ന് പറഞ്ഞാൽ 2 വയസ്സ് ആയപ്പോൾ. तो नन्हे उल्लू ने सवाल पूछना शुरू किया. അപ്പോൾ ചെറിയ മൂങ്ങ നന്നേ ഉള്ളൂനെ സവാൽ പൂച്ചന. സവാൽ എന്ന് പറഞ്ഞാൽ ചോദ്യം. പൂച്ചന എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ. शुरू किया എന്ന് പറഞ്ഞാൽ തുടങ്ങി. पूरी रात वो अपनी अम्मा के संग सितारों के नीचे बैठा रहता. पूरी रात മൊത്തം രാത്രിയിലും അവൻ, വോഹ് എന്ന് പറഞ്ഞാൽ അവൻ, അപ്പനി അമ്മ കെ സംഗ് അവൻ്റെ അമ്മയുടെ കൂടെ, സംഗ് എന്ന് പറഞ്ഞാൽ കൂടെ, സിത്താറോ കെ നീച്ചെ, സിത്താറോ എന്നുള്ള വാക്യങ്ങൾ മുമ്പേയും പഠിച്ചതാണ്. സിത്താറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രങ്ങളുടെ അടിയിൽ. നീച്ചെ ബേഠാ രഹത്ത. ആസ്മാൻ മേ കിത്തനെ സിത്താരെ ഹേ ഉസ്നെ एक रात अम्मा से पूछा. ആകാശത്ത് എത്ര നക്ഷത്രങ്ങളുണ്ട്? ആസമാനുമേ, ആസമാൻ എന്ന് പറഞ്ഞാൽ ആകാശം. മേ കിത്തനെ സിത്താരെ ഹേ എത്ര നക്ഷത്രമുണ്ട്? ഉസ്നെ ഏക് രാത് അമ്മ സേ പൂച്ച ഒരു രാത്രിയിൽ അമ്മയോട് ചോദിച്ചു. ബഹുത് സേ കുറേ അധികം. അമ്മാനെ ജവാബ് ദിയ. അമ്മാനെ ജവാബ് ദിയ. അമ്മ മറുപടി കൊടുത്തു. ജവാബ് എന്ന് പറഞ്ഞാൽ മറുപടി. സവാൽ എന്ന് പറഞ്ഞാൽ ചോദ്യം. അപ്പം അതിൻ്റെ വിപരീത പദമാണ് എന്ത്? ജവാബ്. ജവാബ് എന്ന് പറഞ്ഞാൽ ഉത്തരം. കിത്തനെ നന്നെ ഉള്ളൂനെ ആസ്മാൻ की ओर देखते हुए पूछा. എന്നാലും എത്ര? നന്നെ ഉള്ളൂനെ ചെറിയ ആസ്മാൻ की ओर ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഉസ്കി അമ്മ മുസ്കുറാനെ ലഗി. അവൻ്റെ അമ്മ പുഞ്ചിരിക്കാൻ തുടങ്ങി. തും ഗിൺകർ ദേഖ്ലോ. നീ എണ്ണി നോക്കിക്കോളൂ. 1 2 3 4 101 102. അപ്പോൾ 1 2 3 4 101 102. ജബ് സൂരജ് നിക്കല നന്നവലു തബ്ബി ഗിൻ രഹാ ഥാ. അങ്ങനെ സൂര്യൻ ഉദിച്ചു വന്നപ്പോഴും, ജബ് സൂരജ് നിക്കല സൂര്യൻ ഉദിച്ചു വന്നപ്പോഴും നന്ന ഉള്ളു തബ്ബി ഗിൻ രഹാ ഥാ ചെറിയ മൂങ്ങ നക്ഷത്രങ്ങളെ ഇങ്ങനെ എണ്ണിയും കൊണ്ടേ ഇരിക്കുമായിരുന്നു. അതാണ് ആദ്യം പറഞ്ഞ് 1 2 3 4 101 102 ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ എണ്ണിയും കൊണ്ടേ ഇരിക്കുമായിരുന്നു. 1001 1002 1001 1002 അങ്ങനെ എണ്ണിയും കൊണ്ടേ ഇരിക്കുകയായിരുന്നു. കിത്തനെ സിത്താരെ ഹേ ആസമാൻ മേ. അമ്മാനെ നന്നലൂസെ പൂച്ച. അപ്പോൾ എത്ര നക്ഷത്രങ്ങളുണ്ട് ആകാശത്ത്? കിത്തനെ സിത്താരെ ഹേ എത്ര. കിത്തനെ എന്ന് പറഞ്ഞാൽ എത്ര. സിത്താരെ ഹേ നക്ഷത്രങ്ങളുണ്ട്. ആസമാനുമേ ആകാശത്ത്. അമ്മാനെ നന്നവലൂസെ പൂച്ച. അമ്മ നന്നവലൂനോട് ചോദിച്ചു. പൂച്ച എന്ന് പറഞ്ഞാൽ ചോദിച്ചു. ഇത്തനെ കി മേ ഗിൻ ബി നിഹി ശക്ത. ഇത്രയുമുണ്ട്. ഇത്തനെ കി ഇത്രയുമുണ്ട്. കി മേ ഗിൻ നിഹി ശക്ത. എനിക്ക് എണ്ണാൻ പറ്റാത്ത ഇത്രയും നക്ഷത്രങ്ങൾ എവിടെ ഉണ്ട്? ആകാശത്തുണ്ട് എന്ന് നന്നവല്ലു അമ്മയോട് പറഞ്ഞു. नन्हे ने पलके झपकते हुए कहा और अपना सिर पंखों में छुपाकर झट से सो गया. അപ്പോൾ നന്ന ഉള്ളു പൽക്കെ झपकते हुए. പൽക്കെ എന്ന് പറഞ്ഞാൽ കൺപോളകൾ അടിച്ചും കൊണ്ട്, झपकते हुए അതിങ്ങനെ അടിയാണ് ഉറക്കം വന്നിട്ട്. और अपना सिर पंखों में छुपाकर झट से सो गया. അതിൻ്റെ തല അതിൻ്റെ ചിറകുകളുടെ ഉള്ളിൽ ഒളിപ്പിച്ചും കൊണ്ട് പെട്ടെന്ന് ഉറങ്ങി. രാത്രി മൊത്തം ഉറങ്ങിയിട്ടില്ല. എന്താ ചെയ്ത? രാത്രി മൊത്തം നക്ഷത്രങ്ങൾ ഇങ്ങനെ എണ്ണിയിരുന്നു. അപ്പോൾ അങ്ങനെ ഉറക്കം വന്നും കൊണ്ട് എന്ത് ചെയ്തു?
അതിൻ്റെ തല അതിൻ്റെ ചിറകുകളുടെ ഉള്ളിൽ ഒളിപ്പിച്ചും കൊണ്ടത് ഉറങ്ങി. അഗലി രാത് നന്നെ ഉല്ലുവിനെ ഏക് ബാർ ഫിർ ആസ്മാൻ കി ഓർ ദേഖാ. പിറ്റേ ദിവസം രാത്രിയിൽ, അടുത്ത ദിവസം രാത്രിയിൽ ഒരു വട്ടം കൂടി ആകാശത്തേക്ക് നോക്കി. ചെറിയ മൂങ്ങ ഒരു വട്ടം കൂടി ആകാശത്തേക്ക് നോക്കി. ആസ്മാൻ കി ഓർ ദേഖ, ആകാശത്തേക്ക് നോക്കി. അമ്മ ആസ്മാൻ കിത്നാ ഊഞ്ചാ ഹേ. ഇനിയിപ്പോൾ എന്താ ചോദിച്ചേ? ആസ്മാൻ കിത്നാ ഊഞ്ചാ ഹേ, എത്ര ഉയരമുണ്ട്. ബഹുത്ത് ഊഞ്ച, കുറേ അധികം ഉയരമുണ്ട് എന്ന് അമ്മ പറഞ്ഞു. കിത്നാ ഊഞ്ച നന്നെ ഉല്ലുവിനെ ഫിർ പൂച്ച. എത്ര ഉയരണ്ട് എന്നാലും നന്നെ ഉല്ലുവിനെ ഫിർ പൂച്ച. നന്ന ഉല്ലു വീണ്ടും ചോദിച്ചു. ചെറിയ മൂങ്ങ വീണ്ടും ചോദിച്ചു. ജാവോ ജാക്കർ ദേഖലോ. പോവൂ പോയി നോക്കൂ. അമ്മാനെ കഹ, അമ്മ പറഞ്ഞു. തോ നന്ന ഉല്ലു ഊപ്പർ ആസ്മാൻ മേ ഉട. അപ്പോൾ ചെറിയ മൂങ്ങ ആകാശത്തേക്ക് പറന്നു. ആസ്മാൻ മേ അപ്പനെ പേട് സെ ബഹുത്ത് ഊപ്പർ, അതിരിക്കുന്ന മരത്തിൻ്റെക്കാളും കുറേ മേപ്പട്ടേക്ക് അത് പറന്നു. ബഹുത്ത് ഊപ്പർ, ബഹുത്ത് ഊപ്പർ എന്ന് പറഞ്ഞാൽ കുറേ മീതേക്ക്. ഊപ്പർ മീതേക്ക്, അതിൻ്റെ വിപരീത പദം നീച്ചനാണ് വരിക. അപ്പോൾ ഊപ്പർ നീച്ചെ. ഊപ്പർ എന്ന് പറഞ്ഞാൽ മീതേക്ക്, നീച്ചെ എന്ന് പറഞ്ഞാൽ താഴത്തേക്ക്. ഓ ബാദലോൻ സെ ഊപ്പർ ഉഡ് റഹാ ഥാ. അത് മേഘങ്ങൾക്കും മീതെ. ബാദലോൻ സെ, ബാദലോ എന്ന് പറഞ്ഞാൽ മേഘങ്ങൾക്കും മീതെ. ഊപ്പർ ഉഡ് റഹാ ഥാ. ലേക്കിൻ വോ ജിത്നാ ഊപ്പർ ജാത്ത. ലേക്കിൻ, ലേക്കിൻ എന്ന് പറഞ്ഞാൽ പക്ഷേ, वो जितना ऊपर എത്രയും ഉയരത്തേക്ക് അത് പോകുന്നു. ആസ്മാൻ ഓർ ബി ഊപ്പർ ചല ജാത്ത. ആസ്മാൻ, ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം അത്രയും ഉയരം കൂടിയും കൊണ്ടേ ഇരിക്കുകയാണ്. തോ കിത്നാ ഊഞ്ചാ ഹേ ആസ്മാൻ. അപ്പോൾ എത്ര ഉയരമുണ്ട് ആകാശം? അമ്മാനെ പൂച്ച, അമ്മ ചോദിച്ചു. ഇത്തന ഊഞ്ചാക്കി മേ ഉഡ്കർ ബി പോഞ്ച് നഹി സക്ത. എന്താ പറഞ്ഞ്? ഇത്തന ഊഞ്ചാക്കി, ഇത്രയും ഉയരമുണ്ട്. കി മേ ഉഡ്കർ പോഞ്ച് ഹി നീ സക്ത, ഇക്ക് പറഞ്ഞ് എത്താൻ സാധിക്കാത്ത അത്രയും ഉയരം എന്തിനുണ്ട്? ആകാശത്തിന് ഉണ്ട് എന്ന് പറഞ്ഞു. നന്നെ ഉല്ലുവിനെ ജവാബ് ദിയ. നന്ന ഉല്ലു ചെറിയ മൂങ്ങ മറുപടി നൽകി. ജവാബ് ദിയ, ജവാബ് എന്ന് പറഞ്ഞാൽ മറുപടി അല്ലെങ്കിൽ ഉത്തരം നൽകി. फिर उसने अपनी आंखें बंद की और झट से सो गया. വീണ്ടും അത് എൻ്റെ കണ്ണടിച്ചു. ആങ്കേ ബന്ദ് കി, ആങ്കേ എന്ന് പറഞ്ഞാൽ കണ്ണ് അടിച്ചു. और झट से सो गया. झट से എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങി. अगली रात नन्हे उल्लू ने समुद्र की लहरों की आवाज़ सुनी. പിറ്റേ ദിവസം രാത്രിയിൽ നന്ന ഉല്ലു എന്ത് ചെയ്തു? സമുദ്ര കി ലഹരോं की, കടലിലെ തിരമാലകൾ. ലഹറോ എന്ന് പറഞ്ഞാൽ തിരമാല, സമുദ്രം എന്ന് പറഞ്ഞാൽ കടൽ. की आवाज़ सुनी, അപ്പോൾ കടലിലെ തിരമാലകളുടെ ശബ്ദം കേട്ടു. समुद्र में कितनी लहरें हैं? उसने अम्मा से पूछा. കടലിൽ എത്ര തിരമാലകളുണ്ട്? സമുദ്രമേ, കടൽ. കിത്നി ലഹരേ ഹേ, ലഹരേ എന്ന് പറഞ്ഞാൽ തിരമാലകളുണ്ട്. ഉസ്നെ അമ്മ സെ പൂച്ച, അവൻ അമ്മയോട് ചോദിച്ചു. ബഹുത് സി, കുറേ അധികം. അമ്മ ബോലി, അമ്മ പറഞ്ഞു. കിത്തനി, എത്ര? നന്ന ഉല്ലുവിനെ ഫിർ പൂച്ച, വീണ്ടും ചോദിച്ചു. ജാവോ ജാക്കർ ഗിൻ ലോ, പോയി എണ്ണി നോക്കിക്കോളൂ. അമ്മ എന്താണ് പറഞ്ഞ്? പോയി എണ്ണി നോക്കിക്കോളൂ. അമ്മാനെ ജവാബ് ദിയ, അമ്മ മറുപടി നൽകി. അമ്മാനെ ജവാബ് ദിയ, ജവാബ് എന്ന് പറഞ്ഞാൽ മറുപടി. നന്ന ഉല്ലു ഉടുക്കർ സമുദ്രക്ക് കിനാരെ ആ പਹੁഞ്ച. ചെറിയ മൂങ്ങ പറന്ന് കടൽ തീരത്തെത്തി. സമുദ്രക്ക് കിനാരെ, സമുദ്രം എന്ന് പറഞ്ഞാൽ കടൽ. കിനാരെ തീരത്ത്. ആ പਹੁഞ്ച എത്തി. വ ഗിന്നെ ലഗ, അവൻ എണ്ണാൻ തുടങ്ങി. 1 2 3 11 12 13. 1 2 3 11 12 13. 1001, 101, अल्ल सॉरी 1001, 1002. और जब सूरज निकला तो, അങ്ങനെ സൂര്യൻ ഉദിച്ചു വന്നപ്പോൾ उसने देखा कि समुद्र अब भी लहरों से भरा हुआ था. ഇപ്പോഴും തിരമാലകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സൂര്യൻ ഉദിച്ചു വന്നപ്പോഴും സമുദ്ര അബി ലഹറോൻ സെ ഭരാ ഹെ, ഇപ്പോഴും തിരമാലകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഓ അമ്മക്ക് പാസ് ലോട്ട് ആയ, അവൻ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വന്നു. ലോട്ടായ, ലോട്ടായ എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നു. തോ കിത്നി ലഹരേ ഹേ സമുദ്രമേ, അപ്പോൾ എത്ര തിരമാലകളുണ്ട് കടലിൽ? അമ്മാനെ പൂച്ച, അമ്മ ചോദിച്ചു. ഇത്നി കി മേ ഗിൻ ബി നഹി സക്ത, ഇത്രയും അധികം ഉണ്ട്. എത്ര അധികം ഉണ്ട്? കി മേ ഗിൻ നഹി സക്ത, എനിക്ക് എണ്ണാൻ പറ്റാത്ത അത്രയും തിരമാലകൾ കടലിലുണ്ട് എന്നാണ് നന്ന ഉല്ലു പറഞ്ഞത്. അപ്പോൾ നന്ന ഉല്ലു ആങ്കെ മിച്ച് മിച്ചാത്തെ ഹുവേ ബോല
ചെറിയ മൂങ്ങ കണ്ണ് തിരുമ്മിയും കൊണ്ട് പറഞ്ഞു. അപ്പോൾ തൽക്കാലം നമ്മൾക്ക് ഇന്ന് പാഠഭാഗം ഇവിടെ നിർത്താം. അപ്പം ഇനി അടുത്ത പാഠഭാഗം നമ്മൾക്ക് പിന്നീട് ഒരു ദിവസം പഠിക്കുക. അപ്പോൾ ഇത്രയും പാഠഭാഗത്തിൻ്റെ അർത്ഥങ്ങളും എല്ലാം നിങ്ങൾ മനസ്സിലാക്കി നല്ലപോലെ പഠിക്കുക. അപ്പോൾ നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടുന്നവരേക്കും നന്ദി, നമസ്കാരം.